സ്ത്രീകളിലെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്ന വിഷയത്തിൽ കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് പി സംസാരിക്കും. Family Doctor, supported by VPS Lakeshore. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറോളജി പ്രോബ്ലംസ് ചെറിയ കാരണങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും കൂടുതൽ പല ആൾക്കാർക്കും ഉള്ളതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ. തുമ്മിയാലും ചുമച്ചാലും ഒക്കെ യൂറിൻ അറിയാതെ ചാടി, ചിലപ്പോൾ ഡ്രോപ്സ് ആയിരിക്കാം, ചിലപ്പോൾ എണീറ്റ് നിൽക്കുമ്പോൾ പോവാം, നടക്കുമ്പോൾ പോവാം. മിക്ക ആൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ പേടിയാണ്, പറയില്ല. പക്ഷേ ഇത് 100% ക്ലിയർ ആക്കാവുന്ന കാര്യമാണ്. അത് ഈ ബ്ലാഡർ നെക്ക് മൂത്രസഞ്ചി അവിടെ ഇച്ചിരി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സ്ട്രെസ് ലീക്ക് വരുന്നത്. അത് ഏജിൽ പെൽവിക് ഫ്ലോർ മസിൽ വീക്ക് ആകുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ അതൊരു TVTO എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. ഒരു ടേപ്പ് വെച്ച് ഇത് മുകളിലേക്ക് വെക്കാവുന്നത്. സിംഗിൾ ഡേ രാവിലെ വന്ന് ചെയ്ത് പിറ്റേ ദിവസം പോവാം. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് സ്ട്രെസ് ലീക്ക്, ഇൻഫെക്ഷൻ കൊണ്ടാണോ ബാക്കിയുള്ള, അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ വരാവുന്നതാണ് ഈ സിസ്റ്റോസീൽ, റെക്ടോസീൽ എന്ന് വെച്ചാൽ ഈ മൂത്രസഞ്ചി താഴേക്ക് കുറച്ച് ഇറങ്ങി വരുന്നത്. ഇതും ഫീമെയിൽസിൽ പെൽവിക് ഫ്ലോർ വീക്ക് ആകുമ്പോൾ വരാവുന്ന കാര്യമാണ്. അതും അകത്തോടെ നമുക്ക് റിപ്പയർ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കിയാൽ ഈ ഫീമെയിൽ യൂറോളജിക്കൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് പാഡ് വെച്ചുകൊണ്ട് നടക്കലും അതിനകത്ത് ഇൻഫെക്ഷൻ വരലും, ഈ യൂറിൻ ലീക്ക് കണ്ടിന്യൂസ് വന്നാൽ ഇൻഫെക്ഷൻ പിന്നെയും വരാം, സാധാ യൂറിനറി ഇൻഫെക്ഷൻ. അത് വന്നാൽ ബ്ലാഡറിനെ എഫക്റ്റ് ചെയ്യാം, കിഡ്നീനെ എഫക്റ്റ് ചെയ്യാം, ക്രിയാറ്റിൻ വരാം. അതിൻ്റെ കൂടെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് മൂത്രം പിന്നെയും കെട്ടിക്കിടക്കാം മൂത്രസഞ്ചിയിൽ. അപ്പോൾ ഇതെല്ലാം നോക്കി ഒന്നിച്ച് ട്രീറ്റ് ചെയ്താലാണ് they will have a better quality of life. Family Doctor, supported by VPS Lakeshore.